ശവപ്പറമ്പായി മാറിയ ഗസ ഒരു വശത്തും മറുവശത്ത് ലോകകപ്പ് ഫുട്ബോളും നടക്കുന്ന കാലത്ത് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി എന്ന നാമം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഖത്തറിനൊപ്പം ഗസയുടെയും പിതാവായിരുന്നു മുൻ അമീർ ഹമദ് ബിൻ ഖലീഫ അൽത്താനി. ആകാശത്തോളം പോന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഒറ്റയ്ക്ക് ലോകകപ്പ് ഫുട്ബോൾ നടത്തിയ ഇച്ഛാശക്തിയുടെ പേരും കൂടിയാണ് ഓർമ്മയാകുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ 2012 ഒക്ടോബർ 3. ഗസയുടെ തെരുവീഥികളിൽ കുട്ടികൾ ഒരു പിടി തടിച്ചുകൂടിയിട്ടുണ്ട്. കയ്യിൽ പൂക്കളും അറബിയിൽ എഴുതിയ കാർഡുകളും. കാത്തിരിപ്പിനൊടുക്കം തൂവെള്ള വസ്ത്രവും ധരിച്ച് നിറപുഞ്ചിരിയോടെ ഒരാൾ കടന്നു വരുന്നു. വഴിയോരങ്ങളിൽ കാത്തുപാർത്തു നിന്ന ഗസക്കാരിൽ ആഹ്ലാദവും ആശ്വാസവും പടരുന്നു. ഞങ്ങളുടെ പിതാവിന് ഗസയുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം. പൂക്കളും പുഞ്ചിരിയുമായി അവരാ നേതാവിനെ സ്വീകരിച്ചു. അതിനു മുമ്പോ ശേഷമോ അത്രയും ഹൃദയവായ്പോടെ ഗസ ഒരാളെ വരവേറ്റിട്ടില്ല. കരയും കടലും ആകാശവും അടച്ച് ഇസ്രായേൽ ഉപരോധം തീർത്തതിനു ശേഷം ഗസ സന്ദർശിക്കുന്ന ആദ്യത്തെ അറബ് നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി. സ്കൂളുകളും ആശുപത്രികളും തൊഴിൽ സ്ഥാപനങ്ങളും നൽകി ഗസയെ കിനാവ് കാണാൻ പ്രേരിപ്പിച്ചത് ആ മനുഷ്യനായിരുന്നു. തൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കാത്ത ഒരു സുഖവും തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് വിശ്വസിച്ചൊരു അപൂർവ രാഷ്ട്രത്തലവൻ. കൈപ്പിടിച്ചു വളർത്തി വലുതാക്കിയ ഒരു മഹാഗോപുരം പെട്ടെന്ന് കണ്ണടച്ചിരിക്കുന്നു. പേരിടാനറിയാത്തൊരു ശൂന്യത ദോഹയിലെങ്ങും തളം കെട്ടി നിൽക്കുകയാണ്. മുകളിലേക്ക് നോക്കിയാൽ ഓരോ മിനിറ്റിലും ഒരു ഖത്തർ എയർവേസ് പറക്കുന്നുണ്ടാകും. കണ്ണൊന്ന് താഴ്ത്തിയാൽ നിശബ്ദമായി കുതിക്കുന്ന ദോഹ മെട്രോ. റോഡിലേക്ക് നോക്കിയാൽ അമ്പരചുംബികളായ ഗോപുരങ്ങൾ. അസത്യങ്ങളുടെ ഇരുട്ടിൽ നേരിൻ്റെയും നീതിയുടെയും കണ്ണാടിയായി മാറിയ അൽ ജസീറ ചാനൽ. മറവികൾക്ക് വിട്ടുകൊടുക്കൽ അസാധ്യമായ അനുഭവേദ്യങ്ങളുടെ പേരാണ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി. അന്നാബികൾ അനാഥമാക്കി അവരുടെ പിതാമഹൻ ചരിത്രത്തിലേക്ക് പിൻവാങ്ങുകയാണ്. 1995 മുതൽ 2013 വരെയുള്ള 18 വർഷം ആ മനുഷ്യൻ കണ്ട കിനാവുകളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് കാണുന്ന ദോഹ. പശ്ചിമേഷ്യ കാലുഷ്യത്തിന്റെ കൊടുങ്കാറ്റിൽ ഉലയുന്ന കാലത്ത് പിതാവ് അമീറിന്റെ വിയോഗം ഖത്തറിന് താങ്ങാനാകുന്നതല്ല. പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകസമാധാനത്തിന് തന്നെ ഇടനിലയും പാലവുമായി നിൽക്കാൻ ആ രാജ്യത്തെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. ഒറ്റ മണിക്കൂർ സഞ്ചാര ദൂരത്തിനുള്ളിൽ ഹമാസിന്റെയും താലിബാന്റെയും ഓഫീസും അമേരിക്കയുടെ സൈനിക താവളവും പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊരു രാഷ്ട്രതന്ത്രജ്ഞതയുടെ അത്യപൂർവമായ ഏടായിരുന്നു. കായികാവേശത്തിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് വളർച്ചയുണ്ടാവൂവെന്ന് വിശ്വസിക്കുകയും നടപ്പാക്കി കാണിക്കുകയും ചെയ്ത വികസന നായകൻ. 2005 ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വത്തിനായി ശ്രമിക്കുമ്പോൾ നല്ലൊരു സ്റ്റേഡിയമോ അത്ലറ്റുകൾക്ക് താമസിക്കാൻ നല്ലൊരു കെട്ടിടമോ ഉണ്ടായിരുന്നില്ല ദോഹയിൽ. ആ ഗെയിംസിനോടനുബന്ധിച്ചാണ് ആധുനിക ഖത്തറിന്റെ ആദ്യഘട്ട നിർമ്മാണം. 2ാം ഘട്ട നിർമ്മാണത്തിനായി ഒരുങ്ങിയപ്പോഴാണ് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് ആലോചിച്ചത്. 2010 ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ഖത്തർ എന്നെഴുതിയ ലോട്ട് എടുത്തുയർത്തുമ്പോൾ ലോകം വിസ്മയവും സംശയവും കൂറി. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ നിരന്തരം ഖത്തറിന്റെ കഴിവില്ലായ്മയെ വേട്ടയാടി. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ, ജനകീയമായ, മാനവികമായ ടൂർണമെന്റായി 2022 മാറി. അധികാരം കിട്ടിയാൽ മരണം വരെ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അറബ് നേതാക്കൾക്ക് ഹമദ് ബിൻ ഖലീഫ അൽത്താനി ഒരു തിരുത്തായിരുന്നു. നെഞ്ചൂക്കോടെ നിലകൊള്ളാൻ ധൈര്യവും ആത്മവിശ്വാസവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കി 2013 മകൻ ഷെയ്ഖ് തമീമിന് അദ്ദേഹം ഭരണം കൈമാറി. പിന്നീട് ആ നാടിന് അദ്ദേഹം പിതാവ് അമീറായിരുന്നു. പിതാവ് കാണിച്ച വഴികളിലൂടെ മക്കൾ ആ രാജ്യത്തെ വഴി നടത്തുന്നു. ഖത്തർ എന്നാൽ തുള്ളി എന്നർത്ഥം. ലോകഭൂപടത്തിൽ ആ ഒറ്റത്തുള്ളി ഒരു മഹാപ്രവാഹമായി മാറിയെങ്കിൽ അതിന് പിന്നിലെ പലതുള്ളി വിയർപ്പിന്റെ ഉടമ നിശബ്ദമായി ചരിത്രത്തിലേക്ക് പിൻവാങ്ങുകയാണ്. ഖത്തർ ഇനിയും വളരുമായിരിക്കും. എത്ര വളർന്നാലും എത്ര പൊങ്ങിയാലും അത് ഷെയ്ഖ് അഹമ്മദ് പാകിയ നിലപാട് തറയുടെ മുകളിലാണ്. കാലുഷ്യങ്ങളുടെ മൂർധന്യത്തിലും പശ്ചിമേഷ്യ ആശ്വാസത്തിനായി ഉറ്റുനോക്കുന്നത് ആ തറയിലേക്കാണ്. PC സൈഫുദ്ദീൻ, ന്യൂസ് ഡെസ്ക്, മീഡിയ 1.